ഈ പഞ്ചായത്തിലാണ് 15ഓളം ആദിവാസികൾ ആനയുടെ കുത്തേറ്റ് മരണപ്പെട്ടത്. അപ്പോൾ ഈ ആനയുടെ കുത്തേറ്റ് മരണപ്പെട്ട ഒരു ആദിവാസികളെ നിയമസഭയിൽ ഈ വിഷയത്തെ ഉന്നയിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ MLA പോലും സാധിച്ചിട്ടില്ല. കുടിവെള്ളമില്ല, അതിൻ്റെ കക്കൂസില്ല. കുടിവെള്ളമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കാര്യങ്ങൾ നമുക്ക് നടത്താൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ വലിയൊരു ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ആളുകൾ ഇറങ്ങിപ്പോയത്. അപ്പോൾ ഇവിടുത്തെ പുനരധിവാസി മേഖലയെ ഇവിടെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ പട്ടികവർഗ വകുപ്പിനാണ്. പക്ഷേ ഈ വകുപ്പുകളൊന്നും ഈ കാര്യത്തിനെ കുറിച്ചിട്ടും ഒന്നും അന്വേഷിക്കാറില്ല. ലോറിയിലാണ് വെള്ളം കൊണ്ടുവന്നിട്ട് ഓരോ ആദിവാസി വീടുകളിൽ കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ മിക്ക കെട്ടിടങ്ങൾ കോടാനുകോടി ഉറുപ്പിയുടെ മിക്ക കെട്ടിടങ്ങളുണ്ട്. അതൊന്നും ഇവിടെ അതിൻ്റെ പണികളൊക്കെ പൂർത്തിയായെങ്കിലും അത് ആദിവാസികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർക്ക് നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ബിൽഡിങ്ങുകളൊക്കെ എടുത്തുകൂട്ടി കമ്മീഷൻ പറ്റലാണ്. നമസ്കാരം. ഏജന്റ് ന്യൂസിനോടൊപ്പം ഇപ്പോൾ ചേരുന്നത് പേരാവൂർ നിയോജക മണ്ഡലത്തിലെ CPI-ML ലിബറേഷൻ്റെ സ്ഥാനാർത്ഥി ശ്രീ അരുവിക്കൽ കൃഷ്ണനാണ്. അരുവിക്കൽ കൃഷ്ണൻ ആർളം ഫാമിൽ വെച്ചാണ് ഇപ്പോൾ നമ്മളുമായി സംസാരിക്കുന്നത്. CPI-ML ലിബറേഷൻ ബീഹാറിൽ ഉൾപ്പെടെ നിർണായകമായ സ്വാധീനമുള്ള പാർട്ടിയാണ്. ഐസ എന്ന വിദ്യാർത്ഥി വിഭാഗം, JNUവിൽ സ്വാധീനമുള്ള വിദ്യാർത്ഥി വിഭാഗം CPI-ML ലിബറേഷൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതാണ്. ബീഹാറിൽ MLA-മാരും MP-യും ഒക്കെയുള്ള പാർട്ടിയാണ് CPI-ML ലിബറേഷൻ. എന്നാൽ കേരളത്തിൽ ഈ പാർട്ടിയുടെ പ്രവർത്തനം അത്ര കണ്ട് സജീവമായിട്ടില്ല. എന്നാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ഇവരുടെ പ്രവർത്തകന്മാർ, നേതൃത്വം ഒക്കെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തുന്നു. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസമാണ് നോമിനേഷൻ അംഗീകരിച്ച് അരുവിക്കൽ കൃഷ്ണൻ പ്രചരണ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അരുവിക്കൽ കൃഷ്ണനും അദ്ദേഹത്തിൻ്റെ പാർട്ടി CPI-ML ലിബറേഷനും മത്സരിക്കാനിടയായതിൻ്റെ സാഹചര്യം അദ്ദേഹം വിശദീകരിക്കുകയാണ്. നമസ്കാരം. ഈ CPI-ML ലിബറേഷൻ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ എന്ത് മുദ്രാവാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് മത്സരിക്കുന്നത്? അത് ആദിവാസി മേഖലയിൽ സർക്കാരിൻ്റെ അവഗണന കൊണ്ട് മാത്രമാണ്. മിക്ക ആദിവാസി കോളനികളിൽ കുടിവെള്ളമില്ലാത്തൊരു പ്രശ്നങ്ങളുണ്ട്, വീടില്ലാത്ത വിഷയങ്ങളുണ്ട്. സ്കൂൾ വിട്ടാലും ആ കുട്ടികൾ പിന്നീട് കൊഴിഞ്ഞു പോകുന്ന സമീപനമുണ്ട്. അത് അതിൻ്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ ഗ്രാൻഡ് ആദിവാസികളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി സമയങ്ങൾ വൈകിപ്പിക്കുന്നത് കൊണ്ട്, ഗ്രാൻഡ് കിട്ടാത്തത് കാരണം കൊണ്ട് അങ്ങനെ കൊഴിഞ്ഞു പോകുന്നതാണ് പ്രശ്നങ്ങൾ. അപ്പോൾ അതുപോലുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെ സർക്കാരുകൾ ആദിവാസികൾക്ക് ഭൂമി കൊടുത്തുകൊണ്ട് അവരെ നാളിതുവരെയായിട്ടും പരിഗണിക്കുന്നില്ല. അവർക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടി മാത്രം 2006 വനാവകാശ നിയമങ്ങൾ വന്നു. പിന്നെ അല്ലാതെയുള്ള ഭൂമി ഇതൊന്നും ആദിവാസികൾക്ക് ഇതുവരെ മാറി മാറി വരുന്ന സർക്കാരുകളൊന്നും ആദിവാസികൾക്ക് ഭൂമി കൊടുത്തുകൊണ്ട് അവരെ പുനരധിവാസിപ്പിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് ആർളം ഫാമിലെ വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ ചില മേഖലകളിൽ വാസയോഗ്യമല്ലാത്ത ഭൂമി കൊടുത്തുകൊണ്ടാണ് അവിടെ പരിഗണിച്ചിട്ടുള്ളത് അവരെ. അപ്പോൾ അവർക്ക് അവിടെ വാസയോഗ്യമല്ലാത്തത് കൊണ്ട് ഈ കൊടുത്ത ഭൂമിയിൽ തന്നെ ഇറങ്ങി പോകേണ്ട അവസ്ഥകളുണ്ടായി. ആദ്യഘട്ടമേ ഒരു 3200ഓളം ആദിവാസികൾക്ക് ആർളം ഫാമിൽ ഭൂമി കൊടുത്ത് ഇപ്പോഴുള്ള കുടുംബങ്ങൾ ഒരു 1500ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അതായത് കുടിവെള്ളമില്ല, അതിൻ്റെ കക്കൂസില്ല. കുടിവെള്ളമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കാര്യങ്ങൾ നമുക്ക് നടത്താൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ വലിയൊരു ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ആളുകൾ ഇറങ്ങിപ്പോയത്. അപ്പോൾ ഇവിടുത്തെ പുനരധിവാസി മേഖലയെ ഇവിടെ സംരക്ഷിക്കേണ്ടതും ഈ കൊണ്ടുവന്ന ആളുകളെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ പട്ടികവർഗ വകുപ്പിനാണ്. പക്ഷേ ഈ വകുപ്പുകളൊന്നും ഈ കാര്യത്തിനെ കുറിച്ചിട്ടും ഒന്നും അന്വേഷിക്കാറില്ല. അവരുടെ ക്ഷേമം എന്താണെന്നുള്ള, അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ള പോലും അന്വേഷിക്കാറില്ല. ഇന്നും ഇപ്പോൾ കുടിവെള്ളം കിട്ടാതെ വലയുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ലോറിയിലാണ് വെള്ളം കൊണ്ടുവന്നിട്ട് ഓരോ ആദിവാസി വീടുകളിൽ കൊടുക്കുന്നത്. അത് ഈ റോഡിൻ്റെ സൈഡിലുള്ള കുടുംബങ്ങൾക്ക് മാത്രമേ ഈ വെള്ളം കിട്ടാനുള്ളൂ. ഈ കുടിവെള്ളം എത്തിക്കുന്ന കാര്യത്തിൽ ആർളം പഞ്ചായത്ത് എത്രമാത്രം കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട്? പഞ്ചായത്ത് പിന്നെ ഈ കുടിവെള്ളം രൂക്ഷമാകുന്ന സമയത്ത് മാത്രമേ വണ്ടിയിൽ കുടിവെള്ളം മാത്രം എത്തിക്കാന്നുള്ളൊരു നിലപാട് എടുക്കുന്നുള്ളൂ. കഴിഞ്ഞ വർഷം നമുക്ക് വെള്ളം കിട്ടിയെന്ന് വെച്ചാൽ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട്, ഇന്ന് വെള്ളം കിട്ടിയെങ്കിൽ അതിൻ്റെ മറ്റന്നാളാണ് പിന്നെ കിട്ടുകയാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ എല്ലാ ദിവസങ്ങളിൽ കൊടുക്കണം എന്നുള്ളൊരു വ്യവസ്ഥയാണുള്ളത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയുടെ ഒരു റിപ്പോർട്ടുണ്ട് എല്ലാ ദിവസവും വെള്ളം കൊടുക്കണമെന്ന്. പക്ഷേ പഞ്ചായത്ത് ഇപ്പം ഒരു 45 ലക്ഷം ഉറുപ്പ്യ ഇതിന് പിന്നെ അനുവദിച്ചിട്ടുണ്ട് ഈ വെള്ളം എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ എല്ലാ ദിവസങ്ങളിലും വെള്ളം കിട്ടണം. പക്ഷേ ചില മേഖലയിൽ ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ പട്ടം ബ്ലോക്കിൻ്റെ ചില മേഖലയിൽ വെള്ളം കിട്ടാനില്ല. അപ്പോൾ കിട്ടാത്തത് അവർ പരാതി പറഞ്ഞ്, അപ്പോൾ നോക്കുമ്പോൾ പിന്നെ ഈ വണ്ടി പോവില്ല, ഇവരുടെ വീടുകളിൽ അങ്ങോട്ട് വണ്ടി പോവില്ല. അങ്ങനെ
അതുകൊണ്ടാണ് അതിൻ്റെ ഒരു വിഷയമുള്ളത്. ഇപ്പോൾ ഈ മുത്തങ്ങ സംഭവം നമ്മുടെ എല്ലാം മനസ്സിലുള്ള ഒരു സംഭവമാണ്. ആ ഘട്ടത്തിൽ ഭരണം നടത്തിയിരുന്നവരെ കുറിച്ചുള്ള വിമർശനങ്ങളും പല ഘട്ടങ്ങളിലായി ഉയർന്നുണ്ട്. ആദിവാസി സമരത്തെ എങ്ങനെയാണ് അവർ കണ്ടത് എന്നതിനെ സംബന്ധിച്ചെല്ലാം വിമർശനങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോഴും വരുന്നതാണ്. അതിനുശേഷം നമ്മുടെ ആർലോ ഫാമിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ മാറ്റങ്ങൾ സർക്കാരിൻ്റെ ഭാഗമായി ഏത് സർക്കാരും ആവട്ടെ അത് കൊണ്ടുവന്നു. പറ്റാവുന്ന നിലയിലുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇതേ പറഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വിമർശനങ്ങളുണ്ട്. പക്ഷേ ഇത്തരമൊരു ഒരു ഒരു വലിയ ഒരു മാറ്റം ഈ മേഖലയുടെ ഭാഗമായി ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഒരു ഗവൺമെൻറ്റിനെ ഏതോ ആവട്ടെ നമ്മളങ്ങനെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്നതിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ്? മുത്തങ്ങ സമരം അതൊരു പൊതുജനങ്ങളെയും ഭരണകൂടത്തിനെയും അറിയിക്കുന്നൊരു സമരമായിരുന്നു. ആദിവാസികളുടെ വിഷയം എന്താണ്, അത് ഭൂമിയുടെ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സമരമായിരുന്നു. ഭൂമിയാണല്ലോ അടിസ്ഥാനം. ആദിവാസികൾ കിട്ടേണ്ടത് ഭൂമിയാണ്. പക്ഷേ ആ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത ആദിവാസികളെ ഇന്നത്തെ ഭരണകൂടം തോക്കുപയോഗിച്ചുകൊണ്ട് അന്നത്തെ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ആന്റണി സർക്കാർ തോക്കുപയോഗിച്ചുകൊണ്ട് വെടിവെപ്പ് നടത്തി ആദിവാസികളെ കൊലയും ചെയ്ത് നിരവധി ആദിവാസികൾക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അന്ന് ആദിവാസികൾ ഉന്നയിച്ചത് ആ സമരം ന്യായമായ സമരമായിരുന്നു. പക്ഷേ ആ സമരത്തിൽ കൂടിയെങ്കിലും ഈ ഭരണകൂടം ഇവിടെയുള്ള ആദിവാസികളെ പരിഗണിക്കുക, അവരെക്കുറിച്ച് പഠിക്കേണ്ടതായിരുന്നു. കാരണം വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയുടെ അവകാശങ്ങളും ആദിവാസികൾക്കുമുണ്ട്, മറ്റുള്ളവർക്കുമുണ്ട്. അപ്പോൾ ഈ ആദിവാസികൾക്ക് മാത്രം ഇതില്ലാതെ പോയത് അത് അവർ അന്വേഷിക്കേണ്ടത്. അവർ നമ്മുടെ ഈ പൗരന്മാരാണ്, ഇന്ത്യൻ പൗരനാണ്, നമ്മുടെ രാജ്യത്തുള്ളവരാണ്, തുല്യരാണ് എന്നുള്ള പരിഗണന അവർ കൊടുത്തിട്ടില്ല. പക്ഷെ അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ വന്ന് എന്നാലും അവർക്ക് പരിഗണിക്കാം. ഇടതുപക്ഷ ഗവൺമെൻറ് വന്നു. മുത്തങ്ങയ്ക്ക് ശേഷം വന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റായിരുന്നു. അച്യുതാനന്ദ സർക്കാർ വന്നതിന് ശേഷം പോലും ഈ കേരളത്തിലെ ആദിവാസി ദളിത് പിന്നേക്ക വിഭാഗങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ചിട്ട് ഇതുവരെ ഒരു സ്റ്റഡി പഠനം നടത്തിയിട്ടില്ല. ഇവർക്ക് നഷ്ടം സംഭവിച്ചത് എന്താണ്, ഇവരുടെ പോരായ്മയെക്കുറിച്ച് പഠനം നടത്തണമായിരുന്നു. അപ്പോൾ അങ്ങനെ പഠനം നടത്തിയാലാണല്ലോ നമ്മൾ ഒരു വിഷയത്തിനെ പരിശോധിക്കുക, സൂക്ഷ്മമായി ഒരു പരിശോധന നടത്തി ആ വിഷയത്തിന് പരിഹാരമുണ്ടാക്കൽ അങ്ങനെയാണ്. പക്ഷേ ഈ വിഭാഗത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ ആരും ഒരു പഠനത്തെക്കുറിച്ച് പഠനം നടത്താറില്ല, അന്വേഷിക്കാറില്ല, ഇതിനൊരു മുഖവിലക്കെടുക്കാറില്ല, ആദിവാസികളെ കേൾക്കുന്നില്ല. അത് ഇവരുടെ പരാജയമല്ല, ഇത് നമ്മളോട് ആദിവാസികളോട് കാണിക്കുന്ന അവഗണനയാണ്. ഇതിനെ കൂടി മനസ്സിലാക്കി അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ വേണ്ടി കഴിയുമോ? അതായത് എൻ്റെ ഒരു സംശയം, ഈ ഗവൺമെൻറ് എന്നല്ല, ഏത് ഗവൺമെൻറ്റും, തിരഞ്ഞെടുക്കപ്പെട്ട ഏത് ഗവൺമെൻറ്റും ഈ മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ആർലം ഫാം ഉൾപ്പെടെ പുനരധിവാസ മേഖലയിൽ വിവിധ പദ്ധതികൾ കൊണ്ടുവരുന്നു. നടപ്പാക്കുന്നതിലെ വിമർശനങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കാനും കൊണ്ടുവരാനും ആദിവാസികളെ, ഈ സമൂഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന് കണ്ടുകൊണ്ട് അവരുടെ ഒരു ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരുകളല്ലേ വന്നത്. അപ്പോൾ ചില വിമർശനങ്ങളുണ്ട്, ചില പോരായ്മകൾ. ഇപ്പോൾ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ കുടിവെള്ളമൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ലേ ഗവൺമെൻറ്? അത് കുറച്ചൊക്കെ ഉണ്ട്, അത് അത്രക്കും പൂർണ്ണമായിട്ടില്ല. ഇപ്പോൾ ലൈഫ് മിഷൻ മുഖേന കൊടുക്കുന്ന ഒരു വീട് 350 സ്ക്വയർ ഫീറ്ററാണ് ആദിവാസി മേഖലയൊക്കെ കൊടുക്കുന്നത്. ഈ 350 സ്ക്വയർ ഫീറ്റിലെ ഒരു വീട്ടിൽ ആ വീട്ടിൻ്റെ ഉടമസ്ഥനും അപ്പനും മക്കളും 4 കുടുംബങ്ങളൊക്കെ എങ്ങനെ കഴിയും? അവിടെ ഒരു പോരായ്മ വരുന്നുണ്ട്. ആ പോരായ്മ നികത്തണം. പിന്നെ മറ്റൊന്നുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിക്ക രോഗികളുണ്ട്, അതായത് അവസ്ഥയായിട്ട് കിടക്കുന്ന ആളുകളുടെ പരിഗണിക്കണം. ആ വീടുകളിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ വീടിൻ്റെ ഉടമസ്ഥന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കടപ്പ് രോഗിയായിട്ടുണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷണം നടത്തി അവരെ കൂടി പരിഗണിക്കണം. എന്ത് പരിഹരിക്കണം? അവരുടെ വിഷയം എന്താണല്ലോ, അവിടെ എന്ത് സേവനമാണ് ചെയ്യേണ്ടത്, ആ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അത് ഇതുവരെ ചെയ്യുന്നില്ല. അപ്പോൾ മിഞ്ഞാന്നൊരു സുഖമില്ലാതെ മാനസികമായിട്ട് ഒരു തകരാറില്ലായി കിടന്നൊരു പെണ്ണുങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിൽ മരിക്കാനിടയായി. പക്ഷേ ഇതുവരെയായിട്ടും ഈ സർക്കാർ ഏജൻസികൾ അവിടെ പോയിട്ട് ഈ വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് അന്വേഷിച്ചിട്ടില്ല. അവർ ഇതുവരെ കിടന്നത് ടാർപ്പായി സീറ്റിലാണ്. അപ്പോൾ അവർക്കൊരു വീട് കൊടുക്കേണ്ടതാണല്ലോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും താമസിപ്പിക്കേണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പരിഗണന കൊടുക്കണമല്ലോ അങ്ങനെ. അപ്പോൾ അതൊന്നും ഇവർ ചെയ്യുന്നില്ല. പിന്നെ മറ്റൊന്നെന്ന് വെച്ചാൽ ഇവിടെ ആർലം ഫാമിൽ മാത്രം 6ാം വാർഡിൽ പെടുന്ന ഒരു പഞ്ചായത്ത്, ഈ പഞ്ചായത്തിലാണ് 15ഓളം ആദിവാസികൾ ആനയുടെ കുത്തേറ്റ് മരണപ്പെട്ടത്. അപ്പോൾ ഈ ആനയുടെ കുത്തേറ്റ് മരണപ്പെട്ട ഒരു ആദിവാസികളെ നിയമസഭയിൽ ഈ വിഷയത്തെ ഉന്നയിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ MLA പോലും സാധിച്ചിട്ടില്ല. അവസാന ഘട്ടത്തിൽ അനീഷാണ് മരിച്ചത് കഴിഞ്ഞ മാസം 27-ാം തീയതി രാത്രിയിൽ. അപ്പം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കണം.
അത് ഇവിടുത്തെയുള്ള MLAക്ക് മാത്രമേ സാധിക്കൂ അത് അവിടെ പറയാൻ വേണ്ടി. അപ്പോൾ അവിടെയും ഇവിടെയും പിന്നെ ആദിവാസികളായി ഇവർ അവഗണിക്കുകയാണ്. അത് മാറണമല്ലോ സംഭവം. പിന്നെ നമ്മൾ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ ആദിവാസി മേഖലയിൽ വികസനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ മിക്ക കെട്ടിടങ്ങൾ കോടാനുകോടി ഉറുപ്പികയുടെ മിക്ക കെട്ടിടങ്ങളുണ്ട്. അതൊന്നും ഇവിടെ അതിൻ്റെ പണികളൊക്കെ പൂർത്തിയായെങ്കിലും അത് ആദിവാസികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർക്ക് നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ബിൽഡിങ്ങുകളൊക്കെ എടുത്തുകൂട്ടി കമ്മീഷൻ പറ്റലാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ കോടികൾ ഇങ്ങനെ ആദിവാസികളുടെ പേരും പറഞ്ഞുണ്ടാക്കുക, എന്നിട്ട് പത്രങ്ങളിൽ പരസ്യം കാണിക്കുക. ഇതാണ് നമ്മൾ ആദിവാസികൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഈ കോടികളുടെ ഒരു ഗുണം ആദിവാസികൾക്ക് കിട്ടണമല്ലോ. അതിൻ്റെ ഗുണം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഈ കോടികൾ എന്തിനാണ് ഇവിടെ ചെലവഴിക്കുന്നത്? ആദിവാസികൾ പിന്നെയും പിന്നെയും പഴയ അവസ്ഥയിലാണെന്ന് ഇപ്പോഴും ജീവിക്കുന്നത്. ആ അവസ്ഥയ്ക്ക് ഇവർ മാറ്റം കൊണ്ടുവരേണ്ടതാണ് ഈ സർക്കാർ. അപ്പോൾ ഇപ്പം ഭരിക്കുന്ന സർക്കാരാണെങ്കിലും അത് കൂടിയിരുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേളുമന്ത്രി ഇവിടെ വന്നിട്ടുണ്ട്. വന്ന് എന്തെങ്കിലും ഒരു പരിപാടിയുടെ കാര്യത്തെക്കുറിച്ചിട്ട് ഒരു ഉദ്ഘാടനം നടത്തി പോകുന്നല്ലാതെ ഇവിടെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഒന്ന് പിന്നെ നമുക്ക് സ്റ്റഡി ചെയ്യണം, ഒരു ചർച്ച വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു പിന്നെ കാര്യങ്ങൾ ഇതിവിടെ നടത്തിയിട്ടില്ല. അപ്പോൾ അതിൽ കൂടി മാത്രമേ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ പറയാൻ പറ്റൂ. നമ്മളൊക്കെ മന്ത്രി കേൾക്കണം, അല്ലാതെ വെറും ഒരു മന്ത്രിയായി പിന്നെ ഓരോ വകുപ്പിനും ഒരു മന്ത്രി ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ തുടർച്ചയായി UDF ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. നിലവിലെ MLA UDFിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഈ ആർല ഫാമിലെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്താണ് അഭിപ്രായം? അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മത്സര രംഗത്ത് വരുമ്പോൾ ഈ ഒരു രാഷ്ട്രീയ സമീപനം എന്താണ്? UDF MLA ജയിച്ചു പോയാൽ പിന്നെ ആദിവാസി മേഖലയിലെ വിഷയങ്ങൾ അന്വേഷിക്കാനായിട്ട് വന്നിട്ടില്ല. ഇവിടെ ആദിവാസികളുണ്ടായത് അവഗണന തന്നെയാണ്. ഒരു MLA എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാ മേഖലകളിൽ പോയി അവരുടെ വിഷയങ്ങളെക്കുറിച്ച് കേൾക്കണം, ഒന്ന് അവരെ വിളിച്ചു കൂട്ടണം. ഇനി ആ സ്ഥലങ്ങളിൽ MLA വരുന്നതായിരിക്കും. ആ ദിവസങ്ങളിൽ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ MLAയോട് പറയണം. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ ഒരുക്കേണ്ടതാണ്. പക്ഷേ ഇതുവരെയും ഒരു 4-3 വട്ടം ഈ MLA ഇവിടെ നിയോജക മണ്ഡലത്തിൽ സണ്ണി ജോസഫ് ആയിട്ടുണ്ട്, MLA ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടൊന്നും ആദിവാസി മേഖലയിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതും നമ്മളോടുള്ള ഒരു അവഗണനയാണ്. ഇപ്പം നമുക്ക് ഒന്ന് പറയാൻ പറ്റും, പേരാവൂർ നിയോജക മണ്ഡലത്തിലെ MLA ആണ് സണ്ണി ജോസഫ്. അപ്പോൾ ഏക ഒരു മണ്ഡലത്തിൽ ഒരു താലൂക്ക് ആശുപത്രിയാണ് ഇരിട്ടിയിൽ. പക്ഷേ ഈ 2 ആശുപത്രിയും ഒരു ചടങ്ങിന് വേണ്ടി മാത്രം ഇപ്പോൾ നിർത്തിയിരിക്കുന്ന മാതിരിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഏതൊരാൾ പോയി കഴിഞ്ഞാലും ഒരു പാരസെറ്റമോൾ ഗുളികയാണ് അവിടെ നിന്ന് കൊടുക്കുന്നത്. അവിടെ മര്യാദയ്ക്കുള്ള ഡോക്ടർമാരില്ല. ഒരു പ്രസവ കേസ് ഇട്ട് കിടക്കാനുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറില്ല. ഒരു പ്രസവം അവിടെ നടത്തണമെങ്കിൽ അവിടെ ആ ആശുപത്രിയിൽ സാധിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ കോടികൾ മുഴുവൻ അവിടെ ചിലവഴിക്കുന്നത്? 50 കോടി 100 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് സണ്ണി ജോസഫിൻ്റെ പ്രസ്താവന കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ ഈ ആശുപത്രി കൊണ്ട് നമുക്ക് എന്താണ് ഉപകാരം? ആളുകൾക്ക് അവിടെ പ്രസവിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെയുള്ള ഒരു ആശുപത്രി? ഇപ്പോൾ ഒരു നെഞ്ചുവേദന വന്ന് ഇവിടെയുള്ള രാത്രി കാലങ്ങളിലൊക്കെ ആളുകൾക്ക് ഒരു പെട്ടെന്നൊരു നെഞ്ചുവേദന അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ആശുപത്രിയിൽ ചെല്ലുന്ന സമയത്ത് ഉടനെ പരിഹാരത്തേക്കാണ് പറഞ്ഞയക്കുന്നത്. അപ്പോൾ ബൈക്ക് വെച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ പോയില്ലേ, ആ സമയം കൊണ്ട് പരിഹാരത്ത് 1-1.5 മണിക്കൂർ എത്തുന്നതിനേക്കാളും. അപ്പോൾ ഇവിടെയാണല്ലോ മലയോര മേഖലയിൽ, ഇവിടെയാണല്ലോ നമുക്ക് സൗകര്യപ്പെടുത്തേണ്ടത്. അത് MLAയുടെ പങ്കാണല്ലോ. MLAയുടെ ഈ സ്ഥലത്ത് കിടക്കുന്ന ആ ഒരു ആശുപത്രിയാണല്ലോ. അതിന് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യേണ്ടത് ഈ MLA ആണ്. അപ്പോൾ ഇവിടെ MLA പരാജയപ്പെട്ടതല്ല, അത് മൊത്തത്തിൽ ഇവിടെയുള്ള എല്ലാവിധ ജനങ്ങളെ അവഗണിക്കലാണ്. തീർച്ചയായും എല്ലാവിധ ആശംസകളും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നേരുകയാണ്. ഇതാണ് അരുവിക്കൽ കൃഷ്ണൻ CPI-ML ലിബറേഷൻ്റെ ഭാഗമായി പേരാവൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും മുദ്രാവാക്യങ്ങളും എന്ന് പറയുന്നത്. അതുകൊണ്ട് ആദിവാസി മേഖലയുടെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിച്ചുകൊണ്ട് ആ വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് CPI-ML ലിബറേഷൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്. അഫ്ലൈനോടൊപ്പം ഷിജിത്ത്, ഏജനറ്റ് ന്യൂസ്.